الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമർറാഹിമായ അല്ലാഹ്, പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ ജുമുഅ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ ബറക്കത്ത് കൊണ്ട്, ഈ പള്ളിയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ അഫൂ ചെയ്യണേ റഹ്മാനേ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ സൂറത്തുൽ വാഖിഅ, ആ സൂറത്തുൽ വാഖിഅയിൽ സാബിഖീങ്ങൾക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ കൊടുക്കുന്ന ആ ഒരു അനുഗ്രഹത്തെയാണ് നാം ഇപ്പോൾ ഓതിക്കൊണ്ടുവരുന്നത്. അല്ലാഹു തആല ഒരുപാട് നിഅമത്തുകൾ സാബിഖീങ്ങൾക്ക് സ്വർഗത്തിൽ കൊടുക്കും. വലഹ്മി ത്വയ്രിൻ മിമ്മാ യസ്തഹൂൻ, അവർ കൊതിക്കുന്ന, ആ സാബിഖീങ്ങൾ സ്വർഗത്തിൽ കൊതിക്കുന്ന മാംസം അല്ലാഹു തആല അവർക്ക് കൊടുക്കും. സ്വർഗത്തിൽ കടന്ന സാബിഖീങ്ങൾക്ക് അവർ ഏതാണോ കൊതിക്കുന്നത്, ആ കൊതിക്കുന്ന മാംസം ആ സ്വർഗത്തിലുണ്ട്. ആ സ്വർഗത്തിൽ അല്ലാഹു നൽകും. അപ്പൊ നമുക്കൊരു സംശയമുണ്ടാകും, സാധാരണ ബീഫും ആട്ടിറച്ചും ഇതല്ലേ നമുക്ക് വലിയ ഇത്, അല്ലെങ്കിൽ അറബികൾക്കെന്ന് ഒട്ടകവും ആടും, ഇടിയിടി ആടും ഒട്ടകവും ടേബിളിൽ വരുമ്പോ ഈ പക്ഷിമാംസത്തിനെ കുറിച്ച് എന്തേ പറഞ്ഞത്? സ്വർഗത്തിലെ പക്ഷിമാംസത്തിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ നമുക്കെപ്പോൾ മനസ്സിലാകും പക്ഷിമാംസത്തിന്റെ ഗൗരവം എന്താണ്. അത് മാത്രമല്ല, ഈ ആട് മറ്റുള്ള സാധാരണ കിട്ടുന്ന ഒരു മാംസമാണ്. അതേ സമയത്ത് പക്ഷിമാംസം കിട്ടുന്നത് വളരെ കുറവാണ്. അപ്പൊ സ്വർഗത്തിൽ ഏത് പക്ഷിമാംസമാണ് ആ സ്വർഗത്തിൽ കടന്ന അവർ ആഗ്രഹിക്കുന്നത്, അല്ലാഹു തആല അവരെ മുന്നിൽ അത് എത്തിച്ചു കൊടുക്കും. അതാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് എന്നോട് പറഞ്ഞു, നണ്ടൊട്ട ചൊന്തു, ഇന്നക ലതൻദുർ ഇല ത്വയ്രി ഫിൽ ജന്ന, സ്വർഗത്തിൽ നിനക്കൊരു പക്ഷി കാണും. പക്ഷി എത്രയോ ഉണ്ടാകും സ്വർഗത്തിൽ. ആ കൂട്ടത്തിൽ ഒരു പക്ഷി എന്താക്കും, കാണും. ആ കാണുമ്പോൾ നീ ആ പക്ഷിയുടെ മാംസം എനിക്ക് കഴിക്കാൻ കിട്ടിയെങ്കിൽ ആയിരുന്നു എന്ന് എന്താക്കും, കൊതിക്കും. ആ കൊതിക്കേണ്ട സമയം ചുട്ടിട്ട്, നീ എങ്ങനെയാണ് കൊതിക്കുന്നത്? അത് ചുട്ട മാംസമാണെങ്കിൽ ചുട്ടിട്ട് എന്താവും, അത് നിന്റെ മുമ്പിലെത്തും. പൊരിച്ചിട്ട് കിട്ടണ എങ്കിൽ പൊരിച്ചിട്ട് റെഡിയാകും. നീ അടുപ്പിൽ വെക്കേണ്ട ആവശ്യമില്ല, തീ കത്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ റസൂലുള്ളാഹി ഹദീസിൽ പറയുന്നുണ്ട്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു മരത്തിൽ ഉണ്ടെങ്കിൽ നിന്റെ മുന്നിൽ വന്നിട്ട് അത് നീ ഏത് നിലക്കാണോ ആഗ്രഹിക്കുന്നത് ആ നിലക്ക് അതെന്താകും, അള്ളാഹു നിനക്ക് സംവിധാനിച്ചു തരും. ചുട്ട കോഴിയായിട്ട്, അല്ലെ, ഇന്ന് എല്ലാവർക്കും ഇഷ്ടം ചുട്ട കോഴിയാണ്. ആ ചുട്ട കോഴിയായിട്ട് നിന്റെ മുമ്പിൽ അത് എത്തും. ഒരു ദിവസം ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വലഹ്മി ത്വയ്രിൻ മിമ്മാ യസ്തഹൂൻ, ഈ ആയത്ത് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുമ്പോൾ ഒരു കൂട്ടം സഹാബാക്കൾ പറഞ്ഞു, തൂബാ തൂബാ യാ റസൂലല്ലാഹ്, തൂബാ തൂബാ യാ റസൂലല്ലാഹ്. ആ മജ്ലിസിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, പല സ്വഹാബാക്കളും ഉണ്ട്. ഈ പക്ഷി മാംസത്തെ കുറിച്ച്, പക്ഷിയെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഒരു കൂട്ടം തൂബാ, തൂബാന്റെ അർത്ഥം സന്തോഷമാണ്, പരിശുദ്ധമാണ്. കൂടെ തൂബ ആ നിലക്കുള്ളതല്ല. ഒരു കൂട്ടം സഹാബാക്കൾ പറഞ്ഞു, തൂബ, നീ അന്നൊരിക്കൽ തൂബനെ കുറിച്ച് പറഞ്ഞല്ലോ, ആ തൂബയെ റസൂലുള്ളാഹിക്ക് ഓർമ്മിപ്പിച്ചു കൊടുത്തു. അപ്പോഴാണ് ഫഖാല യാ അബൂബക്കർ സിദ്ദീഖ് ഹൽ ബലഗക മാ തൂബാ, ഓ അബൂബക്കർ സിദ്ദീഖേ, തൂബയെ കുറിച്ച് നിനക്ക് വല്ല വിവരമുണ്ടാ? തൂബ എന്ന് ഈ കൂട്ടം സ്വഹാബാക്കൾ പറയുന്നല്ലോ, ഈ തൂബ എന്താണെന്ന് നിനക്കറിയുമോ? അല
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം. നബി എനിക്കറിയില്ല, ഈ സ്വഹാബാക്കൾ ചൊന്നുകൊണ്ടുള്ള തൂബ ചൊന്നിട്ടു, അതിനെ കുറിച്ചിട്ടുള്ള വിവരം എനിക്കില്ല, അല്ലാഹു റസൂൽ മാത്രം അറിയുത്രേ. ഫഖാല, ഹബീബായ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, തൂബ എന്നുള്ള സജറത്തുൻ ഫിൽ ജന്ന, അത് സ്വർഗ്ഗത്തിലുള്ളൊരു മറ ആയിട്ടിക്കിട്, സ്വർഗ്ഗത്തിലുള്ളൊരു മറ ആയിട്ടിക്കിട്. ലാ യഅലമു തൂലുഹാ ഇല്ലല്ലാഹ്, അത് എത്ര വലിയ ചൊന്നിട്ടു, അതിന്റെ എത്ര അകലമുണ്ട് ചൊന്നിട്ടു, ഒരാൾക്കും അളന്നിട്ട് അതിന്റെ അളത്താക്കൂ സാധ്യമല്ല, അല്ലാഹുക്ക് മാത്രം. കുന്തു യസീറു റാകിബു തഹത ഹുസ്നിൻ മിൻ അഗ്സാനിഹാ 70 ഖരീഫാ. ഒരു ഗെല്ല് പിന്നൊരു ഗെല്ലിന്റെ ഇടക്ക് 70 വർഷ ഒരു നടന്നു പോന്നെങ്കിൽ തീരലാൻ ചൊന്നു. പിന്നീട് ചെന്നത് ആ മരുത്തിന്റെ ഒരു ഗെല്ലും അതിന് മുട്ടമുള്ള പിന്നൊരു ഗെല്ല്, അതിന്റെ മധ്യത്തിലുള്ള ദൂരം എത്ര കൊണ്ടുണ്ട? ഒരു മനുഷ്യൻ 70 വർഷം യാത്ര പോകുന്നെങ്കിലും അവർക്ക് ആ പിന്നൊരു ഗെല്ലിന്റെ മുട്ട പോയിട്ട് എത്തുക സാധ്യമില്ല, അത്രയും അകലമുണ്ട്. എന്നിട്ട് ഹബീബായ മുത്തുനബി പറയുന്നു, വറഖുഹാ അൽ ഹുലദു, അതിന്റെ ഇല ഉണ്ടല്ലേ, അതിന്റെ ഇലകള് അത് പട്ടിനാലുള്ള ഇലകളാണ്. ദുനിയാവിന്റെ പട്ടല്ല, സ്വർഗത്തിന്റെ പട്ടിനാലുള്ള ഇലകളാണ്. യഖഉ അലൈഹാ ത്വയ്റുൻ അംസാലുൽ ബുഖ്തി, ആ മരുത്തിന് ഒട്ടകം പോലെയുള്ള ഒരു പക്ഷി വന്നിട്ട് ഇരിക്കും. മുത്തനബി പറഞ്ഞത് വണ്ട പോലെയുള്ള ഒരു പക്ഷി വന്നിട്ട് ആ മരുത്തിരിക്കും. അല അബൂബക്കർ, അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലു, യാ റസൂലല്ലാഹ്, എന്തൊരു പക്ഷിയായിരിക്കും അത്, എന്തൊരു പക്ഷിയായിരിക്കും അത്, ആ പക്ഷി എന്തായിരിക്കും എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു, അൻഅമു മിൻഹു മൻ യഅകുലുഹു, അത് വലിയൊരു അനുഗ്രഹമായ പക്ഷിയാണ്, അതിന്റെ ഇറച്ചി തിണ്ടം കൊണ്ടല്ലേ അതിനേക്കാട്ടും വലിയ നിഅമത്തുള്ളങ്ങ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മുത്തുനബി ചൊല്ലേ, ആ പക്ഷി അത് വലിയ നിഅമത്തും വലിയ അനുഗ്രഹം വലിയ ചന്തത്തായിട്ടിരിക്കുന്നത്, അതിനേക്കാളും വലിയ നിഅമത്ത് അതിന് തിണ്ടങ്ങായിട്ടിരിക്കുന്നത്. എന്നിട്ട് മുത്തുനബി ചൊല്ലേ, വ അൻത മിൻഹും ഇൻഷാ അല്ലാഹു യാ അബൂബക്കർ, ഓ അബൂബക്കർ സിദ്ദീഖേ, അതിന്റെ പക്ഷിമാസം തിണ്ടങ്ങളെ കൂട്ടത്തിൽ നീ ഒരു മെമ്പറാണ്. സുബ്ഹാനല്ലാഹ്, നമുക്ക് സ്വർഗത്തിലുള്ള ഒരു ടിക്കറ്റ് കൊടുക്കും അബൂബക്കർ സിദ്ദീഖ് നിങ്ങൾക്ക്. അതാണ് സാബിഖീങ്ങൾ, അല്ലാതെ വെറുതെ സാബിഖീങ്ങളാവാൻ സാധ്യമല്ല. അല്ലാഹു തആല ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലി, ഇന്ന റജുല ലയസ്തഹി ത്വയ്റ ഫിൽ ജന്ന മിൻ തുയൂരിൽ ജന്ന ഫയഖൗ ഫീ യദിഹി മഗ്രിയൻ നളീജാ. ഈ ഹദീസിലുള്ളത് സ്വർഗത്തിലുള്ള ഒരു പക്ഷിയെ കാണുമ്പോൾ ആ സാബിഖീങ്ങളായ ആളന്മാർ ചിന്തിക്കും, എനിക്ക് അതിന്റെ പക്ഷിമാംസം വേണു. സുബ്ഹാനല്ലാഹ്, ആ പക്ഷി ഉണ്ടല്ലോ പൊരിച്ചിട്ട് പാട്ടിന്ന് ചുട്ടിട്ടു, ഇപ്പൊ പൊരിച്ചിട്ട് അവന്റെ മുമ്പിലായി എത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മറ്റൊരു ഹദീസിൽ കാണാൻ ഒരുപാട് ഹദീസുണ്ട്. അതാ അത് പൊരിച്ചിട്ടും അത് ചുട്ടിട്ടും വരുന്നത് അത് തീ കൊണ്ട് ഉണ്ടാക്കിയതല്ല, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അങ്ങനെ പള്ള നിറയെ അവൻ തിന്നും, പിന്നെയും ആ പക്ഷി ഓടിപ്പോകും ജീവനോട് കൂടി. ഹദീസ് ഒന്ന് കേട്ടാ, ഈ ഹദീസ് കേട്ടാ തന്നെ ചെമ്മാൾ കേട്ട കേൾക്കാത്ത. മറ്റൊരു ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ഹദീസ്, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഫിൽ ജന്നത്തി ത്വയ്റൻ ലഹു 70,000 റീശ. അതായത് സ്വർഗ്ഗത്ത് ഒരു പക്ഷി ഉണ്ട്, ആ പക്ഷിക്ക് സുയികൾ എത്രയാണ്? 70,000 സുയി. സുയി എന്തായില്ലേ? സുയി എന്തിനും എന്തായിട്ടാ പോലിട്ട് സുയിണ്ടല്ലേ സുയിണ്ടല്ലേ എന്ന്. അതേപോലെ ആ പക്ഷി 70,000 സുയികൾ, രോമങ്ങൾ ഉണ്ടാകും, സുയികൾ ഉണ്ടാകും. ഫഇദാ, ആ പക്ഷി അല്ലാഹുവിന്റെ സാബിഖീങ്ങളെ മുമ്പിൽ, ആ സാബിഖീങ്ങളായ ആളുമാർ ആഗ്രഹിക്കുമ്പോൾ അല്ലാഹുവിന്റെ സാബിഖീങ്ങളെ മുമ്പിൽ വന്നിട്ട് അവരെ പാത്രത്തിന്, അവർ ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിൽ അത് വന്നിട്ട് നിൽക്കും. എന്നിട്ട് ഹബീബായ മുത്തുനബി പറയുന്നു, ഫസഖത അലൈഹിം, ആ പാത്രത്തിൽ അതെന്താക്കും? അതിന്റെ രക്കകളെ കൊണ്ടെന്താക്കും? ഇങ്ങനെ കുടയും. ഓരോ സ്ത്രീകളിലും
തേനിനേക്കാളും മധുരമുള്ള നല്ല അതിന്റെ സ്ത്രീകൾ എന്താവും, നല്ല മധുരമുള്ള തേനേക്കാളും മധുരമുള്ള വെള്ളങ്ങൾ എന്താക്കും പുറത്തു വരും. അത് കുടിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ടേസ്റ്റ്, എന്തെന്നില്ലാത്തൊരു മധുരം, പാലിനേക്കാളും മധുരം. കാണുമ്പോൾ തന്നെ മനുഷ്യൻ കുടിച്ചാൽ പിന്നെയും പിന്നെയും കുടിക്കുന്ന ആ ഒരു വെള്ളമാണ് അതിന്റെ രോമങ്ങളിൽ സുയിലിൽ പുറത്തു വരുന്നത്. സുമ്മയത്തീറോ, അത് പിന്നെയും എന്താവും, ജീവനോട് തിരിച്ചു പോകും. അതാണ് സ്വർഗത്തിൽ കടന്ന സാബിഖീങ്ങൾക്ക് അവർ കൊതിക്കുന്ന പക്ഷിമാംസം അല്ലാഹു തആല റെഡിയാക്കും. ആ പക്ഷി ഒട്ടകത്തിനെ പോലെ ആ സ്വർഗത്തിന്റെ മരുത്തിൽ വന്ന് ഇരിക്കുമെന്നും, അത് ഉദ്ദേശിക്കുന്നവർക്ക് അത് ചുട്ടിട്ടും പൊരിച്ചിട്ടും എല്ലാ നിലക്കും മാംസമായിട്ട് ഭക്ഷിക്കാനുള്ള മാംസമായിട്ട് റെഡിയാകും. പിന്നെയും ജീവനോട് അത് തിരിച്ചു പോകും. അതാണ് അള്ളാഹു നമുക്ക് അത് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അത് നാളത്തെ ക്ലാസ് നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആ സാബിഖീങ്ങളെ കൂടെ സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا الله, ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ജുമുഅ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങൾക്ക് നീ അഫു ചെയ്യണം റഹ്മാനേ, ഞങ്ങൾക്ക് നീ അഫു ചെയ്യണം അല്ലാഹ്. ആഖിറത്തിനേക്കാളും വലുത് ഞങ്ങളെ ദുനിയാവാക്കല്ല റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന, ഞങ്ങളെ ഈമാൻ ഊരിപ്പോകുന്ന ഒരു കാര്യവും ഞങ്ങളെ കൊണ്ട് നീ ചെയ്യിപ്പിക്കല്ല റഹ്മാനേ. ഈമാനോട് തഖ്വയോടെ മരിക്കാനുള്ള, ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ്. അവസാനത്തെ കലിമത്ത് അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഖബർ നീ വിശാലമാക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ ഖബർ നീ സ്വർഗമാക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ നാവ് കൊണ്ട് നീ ഇഷ്ടപ്പെടാത്ത ഒന്നും നീ പറയിപ്പിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, നിന്നെ പേടിച്ച് നിന്റെ ഭയഭക്തിരായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. ഞങ്ങൾ ഒരുപാട് ആളുകളെ കുറവുകൾ പറഞ്ഞ്, ഗീബത്ത് പറഞ്ഞ്, നമീമത്ത് പറഞ്ഞ് നടന്നവരാണ് അല്ലാഹുവേ. അതിൽ മരിച്ചവരുണ്ടെങ്കിൽ അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവർക്ക് നീ അഫു ചെയ്യണേ അല്ലാഹ്. ജീവിച്ചിരിപ്പുള്ളവരുണ്ടെങ്കിൽ, ഹയാത്തുള്ളവരുണ്ടെങ്കിൽ അവരെ കണ്ട് പൊരുത്തപ്പെടിക്കാനുള്ള മനസ്സും തൗഫീഖും അവസരവും തരണേ അല്ലാഹ്. റബ്ബേ, മരിക്കുന്ന കാലം വരെ ഞങ്ങളെ നാവ് കൊണ്ട് ഖുർആനും ദിക്റും സ്വലാത്തിലായി ജീവിപ്പിക്കണേ അല്ലാഹ്. അതേ ദിക്റിലായി ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله